ആദ്യം നമ്മൾ പോകുന്നത് കണ്ണൂരിലേക്കാണ്. കോൺഗ്രസിനെ മുൾമുന്നിൽ നിർത്തിയ കെ സുധാകരന്റെ സമ്മർദ്ദ നീക്കങ്ങൾക്ക് മുന്നിൽ ഒടുവിൽ നേതൃത്വം മുട്ടുമടക്കി. കണ്ണൂരിൽ കെ സുധാകരൻ UDFന്റെ സ്ഥാനാർത്ഥിയാകും. MP-മാർക്ക് സീറ്റ് നൽകില്ലെന്ന തീരുമാനത്തിൽ സുധാകരന് മാത്രമായി ഇളവ് നൽകും. കെ സുധാകരൻ പാർട്ടി വിട്ടേക്കുമെന്ന നിർണായക ഘട്ടത്തിൽ മുതിർന്ന നേതാവ് AK ആന്റണി കെ സുധാകരനുമായി സംസാരിച്ചു. പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കണമെന്ന് സുധാകരനോട് പറഞ്ഞതായി AK ആന്റണി വ്യക്തമാക്കി. ഞാൻ സുധാകരനോട് ദീർഘമായി സംസാരിച്ചു. കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ജീവൻ പണയപ്പെടുത്തി പോരാടിയ ആളാണ് സുധാകരൻ. അതുകൊണ്ട് ഒരിക്കലൊരു മൂന്നാമത് ഭരണം അവർക്കുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പാർട്ടിയുടെ തീരുമാനം അനുസരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കണ്ണൂർ DCCയിൽ കെ സുധാകരൻ TO മോഹനൻ അനുകൂലികൾ തമ്മിൽ നേതൃയോഗത്തിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. കണ്ണൂരിൽ കെ സുധാകരൻ അനുകൂലികൾ ആഹ്ലാദ പ്രകടനവും നടത്തി. ദൃശ്യങ്ങളിലേക്ക്. അതേസമയം സുധാകരന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ് VD സതീശനും സണ്ണി ജോസഫും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നൊഴിഞ്ഞു. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി നടന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക ഉടൻ പുറത്തുവരും. വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിനീത, ഒടുവിൽ കെ സുധാകരന് മുന്നിൽ മുട്ടുമടക്കുന്നു നേതൃത്വം എന്ന രീതിയിൽ തന്നെ പറയേണ്ടി വരും. പക്ഷെ അപ്പോഴും ആ തലവേദന കോൺഗ്രസിൽ നിന്നും അകന്നു പോകുന്നില്ല എന്നാണോ കരുതേണ്ടത്? ഇപ്പോൾ കോന്നിയിൽ മറ്റൊരു സ്വരം വീണ്ടും കേൾക്കുന്നു. ആ സ്വരങ്ങൾ മാറി മാറി വരുന്നു. ആദ്യം മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ അടൂർ പ്രകാശിന് ഇപ്പോൾ മത്സരിക്കണമെന്നൊരു ആഗ്രഹം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ രീതിയിൽ പോസ്റ്റ് പിൻവലിച്ചു FBയിൽ നിന്നും. അങ്ങനെ കോൺഗ്രസ് ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ തലവേദനയായി ഈ സ്ഥാനാർത്ഥി നിർണയം മാറുന്നു. അതും മുതിർന്ന നേതാക്കളായ 2 പേർ, അവരുടെ കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇപ്പോൾ ആ പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം പോലും വൈകുന്നത് ഇതിൽ ഒരു തീരുമാനമാകാത്തത് കൊണ്ടാണോ? പ്രജിൻ, സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരനുമായി ബന്ധപ്പെട്ട നേതൃത്വം സംസാരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഏറെക്കുറെ കണ്ണൂരിൽ സീറ്റ് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം ഒക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെ നേതാക്കൾ സംസാരിക്കുകയും വാർത്താ സമ്മേളനം നടത്തരുതെന്നൊക്കെ ആവശ്യപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ ആ വാർത്താ സമ്മേളനം അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അടൂർ പ്രകാശ് കൂടി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ തന്നെ പിന്നീട് അദ്ദേഹം പിൻവലിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ സമ്മർദ്ദം അത് എത്രത്തോളം ഭരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഹൈക്കമാൻഡ് പ്രതിനിധിയുമൊക്കെയായി സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു MP, അതായത് ഈ നിലവിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച MP-മാരിൽ സുധാകരന് മാത്രമായ ഒരു ഇളവ് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സുധാകരൻ ഏറെക്കുറെ കണ്ണൂർ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറുവശത്ത് അടൂർ പ്രകാശ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന് ഒരു സാധ്യത അത് നിലവിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് നിലവിലെ സാഹചര്യങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക അത് അധികം വൈകാതെ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ചില മണ്ഡലങ്ങൾ സംബന്ധിച്ച വലിയ തർക്കങ്ങളൊക്കെ തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.